ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഗുരുദ്വാരയെ കുറിച്ചാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ആ വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. വീഡിയോസിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ ഒരു കമൻ്റൊക്കെ ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുതെനിക്ക്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ്. നടുക്കുള്ളത് അവരുടെ പ്രെയർ ചെയ്യുന്ന ഹാള്, അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റും റൂമുകളാണ്. ഇതൊക്കെ ഫുള്ള് റൂമുകളാണ് കേട്ടോ. ഈ റൂമുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് അവർ പഞ്ചാബിൽ നിന്നും, അതായത് അവരുടെ ആൾക്കാർ പുറത്തുനിന്ന് വരുമ്പം അവർ റെൻറ്റിന് കൊടുക്കുന്ന റൂമുകളാണ്. അവിടെ 1, 2, 3, 4 ദിവസമൊക്കെ അവർ താമസിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ പാറ്റ്നയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയിരിക്കുന്നതാണ്. അതിനകത്ത് AC, നോൺ AC അങ്ങനെ പലതരത്തിലുള്ള റൂമുകളുണ്ട്. ഏതാനും ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ അവിടെ സ്റ്റേ ചെയ്തിട്ട് തന്നെ അവർക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. പിന്നെ നല്ല ഭംഗിയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു ഗേറ്റ് വരുന്നത്. ഗേറ്റ് ആ എൻട്രിയിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ തലയിൽ തുണി ഇട്ടിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ തുണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ മേടിച്ച് തലയിൽ കെട്ടി. പിന്നെ കുഞ്ഞാപ്പിനൊക്കെ തുണിയൊന്നും കൊടുത്തില്ല കേട്ടോ. പിന്നെ കുഞ്ഞാപ്പി പൂക്കൾ കണ്ടപ്പോഴത്തേക്കും പൂക്കളുടെ പുറകെയായിരുന്നു. പിന്നെ അവിടെ അതിൻ്റെ ചുറ്റും ഫുള്ള് പൂക്കൾ വെച്ച് അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ നല്ല രസമായതുകൊണ്ട് ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം, അതായത് ഗുരു ഗ്രന്ഥ് സാഹിബ് ബുക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ഭയങ്കര ഗോൾഡിഷ് കളറിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. പിന്നെ അവരുടെ പ്രെയറിൻ്റെ ടൈമും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണേ. അപ്പം പ്രെയറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളും കൂടി എടുക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. അല്ലാതെ അവർ അല്ലാതെ ചെയ്യാറില്ല. ഇഷ്ടംപോലെ ആൾക്കാരവിടെ നോക്കാനുണ്ട് കേട്ടോ. അവരെപ്പോഴും വന്ന് പറയും തലയിൽ തുണി മാറ്റരുത്, അതുപോലെ തന്നെ വീഡിയോ എടുക്കരുത്, ഫോട്ടോസ് എടുക്കാം പക്ഷേ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയും. പിന്നെ ഉള്ളിൽ വീഡിയോസ് എടുക്കാനേ സമ്മതിക്കരുത്. വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. പിന്നെ ഇതാണ് അവരുടെ മെയിനായിട്ടുള്ള ബുക്കൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലം. അങ്ങനെ അതൊക്കെ കണ്ടു. നല്ലൊരു പീസ്ഫുൾ മൈൻഡൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ അധികം, അതായത് പ്രാർത്ഥനയുടെ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് അധിക സമയം ഉള്ളിൽ നിന്നില്ല. ഞങ്ങൾ നേരെ പുറത്തോട്ടിറങ്ങി. പിന്നെ നല്ലൊരു വൈബാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡാണ്. നല്ലൊരു എന്താ പറയുന്നത്, ഒരു സമാധാനം കിട്ടിയൊരു ഫീലിങ് എന്നൊക്കെ പറയല്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ പൂക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇതിലും കൂടുതലും നല്ലപോലെ ഫുള്ള് പൂത്ത് നിൽക്കുന്ന ടൈമാണ്. ഇപ്പോൾ ആ പൂക്കളൊക്കെ കൊഴിഞ്ഞ് അതിൻ്റെ ആ സീസൺ ചേഞ്ച് ചെയ്യുന്ന ടൈമാണ്. സോ അതുകൊണ്ട് ആ പൂക്കൾ കുറച്ച് കുറവാണ്. പക്ഷേ എന്നാലും എല്ലായിടത്തും ചെടികളും അതിന് നനയ്ക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. മുല്ലപ്പൂവിൻ്റെ കുറച്ച് ചട്ടികൾ, അതിനകത്ത് പൂക്കളൊക്കെ വിരിയാൻ വേണ്ടി മുട്ടൊക്കെ ഇട്ട് വെക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു വൈബിൽ അതൊക്കെ എല്ലാം ആസ്വദിച്ചു. പിന്നെ പൂക്കളുടെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകാം കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്ക് സൈഡിലുള്ള ഒരു കെട്ടിടം ഇതാണ്. ആ സ്ഥലത്ത് പ്രാവുകൾ കൂടുകൂട്ടിയേക്കും കേട്ടോ. പ്രാവുകളുടെ ഒരു ഏരിയ ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണത്. അപ്പം അത് അവരുടെ ഒരു ഏരിയ ആയിട്ട് അവരങ്ങനെ അത് ആസ്വദിക്കുകയാണ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹങ്കർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഹങ്കർ കഴിച്ചു. ലഹങ്കറിൽ ഒരു റൊട്ടിയും 2 കറിയും ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് വന്ന് കഴിഞ്ഞ് രാത്രി ആവാനായപ്പോഴത്തേക്ക് അപ്പുറത്തൊരു മന്ദിരമുണ്ട്. അപ്പുറത്തെ മന്ദിരത്തിൽ പോയി. അവിടെ പോയി കഴിഞ്ഞ് ഇത് കങ്കൺബാഗ് എന്ന് പറയും. ആ ഒരു ഇതാണ് ഹൈവേ ആണ് മുകളിൽ കൂടി പോകുന്നത്. അപ്പം ആ ഹൈവേയിൽ പണിയൊക്കെ തീർന്നു കേട്ടോ. പണിയൊക്കെ തീർന്ന് അവിടെ പിന്നെ വണ്ടികൾ ഓടുന്ന സ്ഥലമാണ്. 4 വരി പാതയാണ്. പിന്നെ ഗംഗേനെ കുറേ നേരം നോക്കിയിരുന്നു. നല്ല രസമാണ്. ശാന്തമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഇതുണ്ടായിരുന്നു, മീൻസ് എന്താ പറയുന്നത്, ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര തിരക്കുകളാണ്. പുറത്തുനിന്നുള്ള വന്നിട്ടുള്ള ആൾക്കാർ അവർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊന്നും കയറിയില്ല. പിന്നെ നേരെ തിരിച്ച് പിന്നെയും ഗുരുദ്വാരയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നൈറ്റിൻ്റെ ടൈമായിരുന്നു. ഇത് പറയേണ്ടത് തന്നെ കേട്ടോ. ഭയങ്കര കളർഫുള്ളായിട്ട് അവർ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.
ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.